നമസ്കാരം. ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com എന്ന വെബ്സൈറ്റിലെ അജ്മലിന്റെ എഴുത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ കമന്ററി സീരീസിലേക്ക് വീണ്ടും സ്വാഗതം. ഈ വെബ്സൈറ്റ് ദ ബോർഡർ ഓഫ് എ മൈൻഡ്.com ഇത് അജ്മലിന്റെ ഒരു പേഴ്സണൽ പ്രോജക്റ്റാണ്. വർഷങ്ങളായി അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തൊന്ന്. അതെ, സ്വന്തം ചിന്തകൾ, പിന്നെ കല, എഴുത്ത്, ചില ദൃശ്യങ്ങളൊക്കെയായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ലോകം പങ്കുവയ്ക്കുന്നൊരിടം. ശരിയാണ്. അദ്ദേഹത്തിന്റെ ജിജ്ഞാസയും അത്ഭുതവുമൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അജ്മലിന്റെ ഒരു പ്രത്യേക ബ്ലോഗ് പോസ്റ്റിലാണ്, ഇന്റലക്ച്വൽ ലെഥാർജി, അതായത് മാനസികമായ ആലസ്യം എന്നൊരു വിഷയത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ആ പോസ്റ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒന്നാണത്. അതെ. അപ്പോ അജ്മൽ ഈ ആശയം എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. അത് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അജ്മലിന്റെ പ്രധാന വാദം എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും നല്ല ബൗദ്ധിക ശേഷിയുണ്ട്, ആഴത്തിൽ ചിന്തിക്കാനൊക്കെ പറ്റും. അതെ, കഴിവുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളൊരു ഒരു മാനസിക ആലസ്യത്തിൽ അകപ്പെട്ടു പോകുന്നു. പ്രപഞ്ചം എങ്ങനെയുണ്ടായി, നമ്മളിവിടെ എന്തിനാണ്, ഇങ്ങനത്തെ വലിയ ചോദ്യങ്ങളുണ്ടല്ലോ, അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ. അതെ, അതിനെയൊക്കെ നേരിടാൻ ഒരു മടി കാണിക്കുന്നു എന്നാണ് അജ്മൽ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്തു തോന്നുന്നു? ശരിയാണ്. അദ്ദേഹം അതിന്റെ കാരണവും പറയാൻ ശ്രമിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. ഓക്കെ. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് നമ്മൾ കഠിനമായ ചിന്തകൾക്ക് പകരം നമ്മുടെ ശ്രദ്ധ എളുപ്പമുള്ള കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു. നിസ്സാരമായ കാര്യങ്ങൾ, ട്രിവിയൽ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയില്ലേ, പിന്നെ അത്ര ആഴമില്ലാത്ത താല്പര്യങ്ങൾ, ഷാലോ പെർസ്യൂട്ട്സ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മനസ്സിലായി. അപ്പോ ഇത് നമ്മുടെ ചിന്താശേഷിക്ക് വേണ്ട വ്യായാമം കിട്ടാത്തതുപോലെയാണോ? എക്സാക്ട്ലി, അതാണ് പോയിന്റ്. ചിന്താശേഷി ഉപയോഗിക്കാതെ വരുമ്പോൾ അത് ദുർബലമാകും. അങ്ങനെ ഒരു അവസ്ഥ. അപ്പോ ഈ മാനസിക ആലസ്യം കൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ടോ? വെറുതെ ചിന്തിക്കാൻ മടിക്കുന്നു എന്നതിനപ്പുറം ഉണ്ട്. അജ്മൽ പറയുന്നത് ഈ ഒരു ആലസ്യം കാരണം നമ്മുടെ ചുറ്റുമുള്ള, അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനു പിന്നിലെ ചില വലിയ യാഥാർത്ഥ്യങ്ങളുടെ സൂചനകൾ നമ്മൾ കാണാതെ പോകുന്നു എന്നാണ്. ഓഹോ. അദ്ദേഹം കുറച്ചുകൂടി കടന്നു പറയുന്നുണ്ട്, ഒരു വലിയ രൂപകൽപ്പനയുടെ വ്യക്തമായ അടയാളങ്ങൾ എന്ന്. അതായത് ഹോൾമാർക്സ് ഓഫ് ആൻ ഓൾമൈറ്റി ഡിസൈനേഴ്സ് വർക്ക്മാൻഷിപ്പ്. ഇതൊക്കെ കാണാൻ പറ്റാതെ പോകുന്നു. അത് ചിന്താശേഷി ഇല്ലാത്തതുകൊണ്ടല്ല, അല്ല, ഉള്ള ശേഷി ഉപയോഗിക്കാത്തതുകൊണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ വാദം. തീർച്ചയായും ഇത് അദ്ദേഹത്തിന്റെ ആ ബ്ലോഗ് പോസ്റ്റിലെ കാഴ്ചപ്പാടാണ് കേട്ടോ, നമ്മളത് ഓർക്കണം. തീർച്ചയായും. അപ്പോൾ ഇതിനൊരു പരിഹാരം, എന്തെങ്കിലും വഴി അദ്ദേഹം പറയുന്നുണ്ടോ ഈ അവസ്ഥ മറികടക്കാൻ? പറയുന്നുണ്ട്. വെറുതെ പ്രശ്നം ചൂണ്ടിക്കാട്ടി നിർത്തുകയല്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ ചിന്താശേഷിയെ ഒന്നുകൂടി ശക്തിപ്പെടുത്തണമെന്നാണ്. അതിന് ഒരു തരം ചിട്ടയായ മാനസിക വ്യായാമം വേണമെന്ന്. മാനസിക വ്യായാമം? അതെ. അദ്ദേഹം ഒരു വാക്കുപയോഗിക്കുന്നുണ്ട്, വിഗറസ് ഫിലോസഫിക്കൽ കാലിസ്തനിക്സ്. അതായത് നല്ല ഊർജ്ജസ്വലമായ തത്വശാസ്ത്രപരമായ കായികാഭ്യാസം. ഓക്കെ. അതായത് വെല്ലുവിളിയുള്ള ചിന്തകളെ നേരിടുക എന്നാണോ? അതെ, അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. വലിയ ചോദ്യങ്ങളെ ഭയക്കാതിരിക്കുക, ചിന്തകളെ ഉത്തേജിപ്പിക്കുക, ഇതൊക്കെ ആവാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവവുമായുള്ള നമ്മുടെ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള അവബോധം കൂടാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഇതെല്ലാം അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിലെ വ്യക്തിപരമായ നിരീക്ഷണങ്ങളാണെന്ന് ഓർക്കണം, അല്ലേ? തീർച്ചയായും, അത് നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ മാനസികമായ ആലസ്യം എന്ന ആശയം, ഇത് അജ്മലിന്റെ ബ്ലോഗിലെ ഒരുപാട് ചിന്തകളിൽ ഒന്ന് മാത്രമാണെന്ന് തോന്നുന്നു. ആ സൈറ്റിൽ പല വിഷയങ്ങളും കാണുമല്ലോ. ഉറപ്പായും. ദ ബോർഡർ ഓഫ് എ മൈൻഡ് എന്ന് പറയുന്നത് അജ്മലിന്റെ ചിന്തകൾ പങ്കുവെക്കാനുള്ള വളരെ പേഴ്സണലായൊരു സ്പേസാണ്. അവിടെ എഴുത്ത് മാത്രമല്ല, കലയുമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, അദ്ദേഹം വരച്ച ചിത്രങ്ങള്, മറ്റ് ദൃശ്യരൂപങ്ങള്, അതുപോലെ അദ്ദേഹത്തിന്റെ എഴുത്തുകളുടെ തീംസ് വെച്ച് ചെയ്ത പോഡ്കാസ്റ്റുകളും അവിടെ കാണാം. അപ്പോ അദ്ദേഹത്തിന്റെ ലോകം കൂടുതൽ അറിയാൻ ആ സൈറ്റ് നോക്കുന്നത് നല്ലതാണ്. തീർച്ചയായും. അജ്മലിന്റെ എഴുത്തുകളും കലയും മറ്റ് സൃഷ്ടികളുമൊക്കെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും അദ്ദേഹത്തിന്റെ ചിന്താലോകം അറിയാനും താല്പര്യമുള്ളവർക്ക് ദ ബോർഡർ ഓഫ് എ മൈൻഡ് സന്ദർശിക്കാവുന്നതാണ്. ആ സൈറ്റിൽ പ്രധാനമായും എക്സ്പീരിയൻസസ്, അതായത് അനുഭവങ്ങൾ, ഫിലോസഫി, തത്വചിന്ത, പിന്നെ പോഡ്കാസ്റ്റുകൾ, തോട്ട്സ്, ചിന്തകൾ, ഇങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. വളരെ നല്ലത്. അപ്പോ അജ്മലിന്റെ ചിന്തകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ കമന്ററി സീരീസിൽ ഇനിയും എപ്പിസോഡുകൾ ഉണ്ടാകും. അടുത്ത തവണ അദ്ദേഹത്തിന്റെ മറ്റു ചില ആശയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായും. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി.
ഈ മാനസികമായ ആലസ്യം എന്ന് അജ്മൽ പറഞ്ഞല്ലോ, ഇന്റലക്ച്വൽ ലെഥാർജി, ഇത് നിങ്ങളുടെ സ്വന്തം ചിന്തകളെ, നിങ്ങൾ ലോകത്തെ കാണുന്ന രീതിയെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. അതെ, ഇതൊരു തുടർചിന്തയ്ക്കുള്ളൊരു കാര്യമായിട്ട് എടുക്കാം, അല്ലേ? തീർച്ചയായും ശ്രോതാക്കൾക്കും ഇതൊന്ന് ആലോചിക്കാവുന്നതാണ്. അതെ.